ഹായ് വെൽക്കം ഓൾ. സിസാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും സമ്മിറ്റ് IAS അക്കാദമിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സിസാറ്റ് എക്സാം 2026 മുൻവർഷങ്ങളിലേതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിസാറ്റ് എക്സാമിന് ഉണ്ടാവുക. 200 മാർക്ക് ആയിരിക്കും ടോട്ടൽ മാർക്ക് ഉണ്ടാവുക. ടൈമിംഗ് എന്ന് പറയുന്നത് 2 hours ആയിരിക്കും. അതായത് 120 മിനിറ്റ് ആയിരിക്കും ഈ 80 ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഇത് പ്രിലിംസ് എക്സാമിന്റെ സെയിം ഡേ തന്നെയായിരിക്കും നടക്കുക. പ്രിലിംസ് എക്സാമിന്റെ ആഫ്റ്റർനൂൺ ആണ് സിസാറ്റ് എക്സാം നടക്കുന്നത്. സോ ഒരു ക്വസ്റ്റിന് 2.5 മാർക്ക് വീതമാണ് വരുന്നത്. അതായത് 80 ക്വസ്റ്റ്യൻ 200 മാർക്ക്. സോ 1/3 നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് നമുക്ക് ക്ലിയർ ആവാൻ, ഇത് ക്വാളിഫയിങ് നേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആവാൻ 66.67 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. സോ ഓൾമോസ്റ്റ് 27 കറക്റ്റ് ആൻസർ ഉണ്ടായാൽ നമ്മൾ ഈ എക്സാം ക്ലിയർ ആവുന്നതാണ്. സോ in order to clear this exam we have to attempt അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50-60 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് മാത്തമെറ്റിക്കൽ എബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മൾ സിസാറ്റ് ക്ലിയർ ആകാനുള്ള പോസിബിലിറ്റി കൂടും. ഓക്കെ, സോ റീസണിങ്, മാത്തമെറ്റിക്കൽ എബിലിറ്റി ഇവയിലാണ് നമ്മുടെ സിസാറ്റ് ക്വാളിഫിക്കേഷന്റെ മെയിൻ എയിം ഉണ്ടാകേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് വെക്കാബുലറി നല്ലതാണെങ്കിൽ ഇംഗ്ലീഷ് പാസേജ് വായിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒരു കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ നമുക്ക് സേഫായിട്ട് സിസാറ്റ് പാസ്സാവണമെങ്കിൽ മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും നമ്മൾ പഠിച്ചേ പറ്റും. അപ്പോൾ നമുക്കറിയാം, ജനറൽ സ്റ്റഡീസ് പേപ്പർ, സിസാറ്റ് പേപ്പറിൽ കോംപ്രഹെൻഷൻ ഉണ്ടാവും, ഇന്റർപ്രറ്റർ സ്കില്ലിന്റെ കാര്യങ്ങളുണ്ടാവും, ലോജിക്കൽ റീസണിങ് ഉണ്ടാവും, ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസും ഉണ്ടായിരിക്കും, ജനറൽ മെന്റൽ എബിലിറ്റി ഉണ്ടാവും. ഈ ന്യൂമറസി എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡ് ആണ് UPSC കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഏത് സ്റ്റുഡൻസിനും ക്രാക്ക് ചെയ്യാവുന്ന ലെവലിലുള്ള മാത്തമെറ്റിക്സ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. അതുപോലെ ചാർട്ട്സ്, ടേബിള്, ഡാറ്റ സഫിഷ്യൻസി എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. സോ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എല്ലാ വർഷവും ഒരു 5 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. സോ നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെ നമ്പേഴ്സ് ആണ്, ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ നമുക്കുണ്ടായാൽ ക്ലാസ് വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ്, നമ്മൾ എണ്ണുന്ന നമ്പർ, അതായത് 1 2 3 4 എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോൾ നമ്പേഴ്സ്, അതായത് ഇൻക്ലൂഡിങ് 0 ഉള്ളതിനെയാണ് നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് വോൾ നമ്പർ എന്ന് പറയുന്നത്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ്, അതായത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഇത് 1 2 3 4 എന്നുള്ളത് നാച്ചുറൽ നമ്പേഴ്സ്. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, -1 -2 -3, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ഒരു ലൈനിന്റെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഇതിനപ്പുറമുള്ള 1 2 3 4 എന്നിവയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇൻക്ലൂഡിങ് 0 ആവുമ്പോൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ഒരു ഡിസ്റ്റിന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവുന്ന സംഖ്യകളെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. 3/4, 1/2, 3/4 എന്ന് പറയുന്നത് 0.75. ഈ ലൈനിൽ നമ്മളിവിടെ എഴുതുന്നില്ലേ 0 1 2 എന്ന് എഴുതുമ്പോൾ ഇവിടെ ആയിരിക്കും 0.75. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും 0.75. റാഷണൽ നമ്പേഴ്സിൽ 0.75 ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ -3.4, ഇവിടെ -3 ആണ്, ഇവിടെ -4 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും -3.4 ഉണ്ടാവുക. അങ്ങനെ റാഷണൽ P/Q ഫോർമാറ്റിൽ എഴുതാവുന്ന
കറക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സിനെയാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ വാല്യൂ നമ്മൾ 3.14 എന്ന് എഴുതുന്നെങ്കിലും ഇവിടെ ഇനിയും ഡിജിറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. കാരണം കറക്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3.14 എന്ന് പറയുന്നത്. സോ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, ഈ ഡിജിറ്റ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ ഈ ഡിജിറ്റ്സ് 3.4, 4.5, 4.56 ഈ ഇത്രയും ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് എഴുതാൻ നമുക്ക് ഇവിടെ ഇല്ല. ഇതിനെയാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇതിനെയാണ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ളത് ഡിവിസിബിലിറ്റി റൂൾ ആണ്. നമ്മളൊരു സംഖ്യയെ ഡിവിസിബിൾ ചെയ്യുമ്പോൾ, ഡിവിഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സംഖ്യ വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നറിയാം. നമുക്കറിയാം ഒരുപാട് സംഖ്യകളുണ്ട്. നമുക്ക് 12നെ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടുമെന്നറിയാം. അതേപോലെ തന്നെ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടുമെന്നറിയാം. അപ്പോൾ ഒരു സംഖ്യ ഇപ്പൊ നമുക്ക് 24 3ല് ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്നറിയാം, റിമൈൻഡർ 0 ആണ്. അതായത് 24/3 = 8 ആൻഡ് റിമൈൻഡർ 0. സോ ഇതുപോലെ നമ്മൾ റിമൈൻഡർ 0 ആകുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വരും. അതായത് ഒരു സംഖ്യ തന്ന് 5 4 3 2 1 ഈ ഒരു സംഖ്യ തന്നിട്ട് ഇത് 9ൽ പോകുന്ന ഒരു സംഖ്യയാണോ, 9 ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടുന്ന ഒരു സംഖ്യയാണോ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഓരോ സംഖ്യയും ഡിവിസിബിൾ ചെയ്യുന്നതിനുള്ള ഒരു ഈക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു സംഖ്യ 2ന്റെ ഡിവിസിബിൾ ആണോ എന്ന് അറിയുന്നതിന് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. കാരണം എല്ലാ ഈവൻ നമ്പേഴ്സും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 12 എന്നുള്ള സംഖ്യ നമുക്ക് 2ല് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന പോലെ ഏത് ഈവൻ നമ്പേഴ്സും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. അതുപോലെ തന്നെ 15 എന്നുള്ള സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും, പക്ഷെ റിമൈൻഡർ 1 കിട്ടും. സോ ഓഡ് നമ്പേഴ്സ് ആയ 2നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡിവിസിബിലിറ്റി ശരിയല്ല എന്ന് കാണാം. സോ എല്ലാ ഈവനും, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആയി കഴിഞ്ഞാൽ പ്ലസ് ഡിവിഷൻ ബൈ 2 നമുക്ക് ശരിയാണെന്ന് കാണാം. അതുപോലെ തന്നെ ഒരു സംഖ്യയെ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ 12 എന്നാണ് കണ്ടത്. ഇതിന്റെ ടോട്ടൽ നമ്പർ 1 + 2, അതായത് 3. ഈ 3 എന്നുള്ള സംഖ്യ ഡിവൈഡ് ബൈ 3 ആയതുകൊണ്ട് തന്നെ ഈ സംഖ്യയും ഡിവൈഡ് ബൈ 3 ആണ്. നമ്മളൊരു വലിയ സംഖ്യ എടുക്കാം, 2 5 6 7 8. ഈ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാ സംഖ്യകളുടെയും സം എടുക്കണം. 2 + 5 7, 7 + 6 13, 13 + 7 20, 20 + 8 28. 28 3ല് ഡിവൈഡ് ചെയ്തു പോകുന്നത് നോക്കാം. നമുക്കറിയാം 9 3 27 ആണ്, 9 × 3 27 ആണ്, റിമൈൻഡർ 1 ആണ്. സോ ഈ സംഖ്യ നമുക്ക് 3ല് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. ഈ സംഖ്യക്ക് പകരം 2 5 6 7 7 ആയിരുന്നെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്ത് പോയേക്കാം. കാരണം ടോട്ടൽ സംഖ്യ 27 ആയേനെ, ഇത് 9ൽ ഡിവൈഡ് ചെയ്ത് പോയി തന്നെ. സോ നമ്മൾ ഒരു സംഖ്യ 3ൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ആ സംഖ്യയിലെ എല്ലാ ഡിജിറ്റും സം ചെയ്യുക. 2 5 3 2 1 എന്നൊരു സംഖ്യയാണെങ്കിൽ ഇതിലെല്ലാ ഡിജിറ്റും നമ്മൾ സം ചെയ്യുക. ഈ സം ചെയ്യുന്ന ടോട്ടൽ വരുന്ന സംഖ്യ നമ്മൾ 3ൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യ ടോട്ടൽ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തന്നെ നോക്കുക, 2 5 7 7 4 7 + 4 11 14 14 + 2 16 17 ആണ് വരുന്നത്. ഈ 17 എന്ന സംഖ്യ 3ൽ ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. സോ ഈ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയല്ല. അപ്പൊ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ചെക്ക് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 4 എന്നുള്ള സംഖ്യയുടെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ബൈ 4 ആണെങ്കിൽ ഈ സംഖ്യ ടോട്ടൽ സംഖ്യ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അതായത് 816 820 920 ഈ സംഖ്യകളിലൊക്കെ നോക്കാം. അതേപോലെ തന്നെ 10 24
1050. ഈ സംഖ്യയിലെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 20. 24 ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ? ഉണ്ട്. സോ ടോട്ടൽ സംഖ്യ ഡിവൈഡ് ബൈ 4 ആണ്. 816. ഇതിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 16 ആണ്. ഡിവൈഡ് ബൈ 4 ആയതുകൊണ്ട് ഇത് ടോട്ടൽ സംഖ്യ ഡിവൈഡ് ബൈ 4 ആണ്. ഇങ്ങനെ നമുക്ക് ഓരോ സംഖ്യയും എങ്ങനെ ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട് എന്ന് നോക്കാം. അതേപോലെ 5 ഡിവിസിബിലിറ്റി ബൈ 5 എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ അറിയാത്ത കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറയുന്നത്. 5 0 വരുന്നവർക്ക് ലാസ്റ്റ് ഡിജിറ്റ് വരികയാണെങ്കിൽ അത് ഡിവൈഡ് ബൈ 5 ആയിരിക്കും. സോ 6 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 2 and 3യുടെ രണ്ട് റൂളും ഇൻക്ലൂഡ് ചെയ്യുന്ന സംഖ്യകളെയാണ് ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ +4 കണ്ടുപിടിച്ചപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് 216 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ബൈ 4 ആണെന്ന് നോക്കി. ഡിവിസിബിലിറ്റി ഓഫ് 8 ചെക്ക് ചെയ്യുന്നതിന് 216 അതായത് ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവൈഡ് ബൈ 8 ആണോ എന്ന് നോക്കണം. ഇപ്പൊ ഒരു വലിയ സംഖ്യയാണ് നോക്കി വെക്കട്ടെ. 3 1 2 4 5 6 7 1 6 ഈ സംഖ്യയാണെന്ന് വെക്കി. ഈ സംഖ്യയാണെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ബൈ 4 ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഡിവിസിബിൾ ബൈ 8 ആണെന്ന് നോക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് 3 ഡിജിറ്റ് നമുക്ക് 8ൽ പോകുന്നുണ്ട് നോക്കാം. നോക്കൂ, 756 ആണ് ഇത്. ഓക്കെ, 9 8 72 72 36 36 എന്ന് പറയുമ്പോൾ 4 8 32 ഇത് പോകുന്നില്ല. സോ ദിസ് ടോട്ടൽ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8 എന്ന് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ സം ഓഫ് ദ ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഡിവിസിബിലിറ്റി ഓഫ് 10 എന്നീ സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ സൈക്ലിസിറ്റി ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ പവർ, അതായത് 2:1 ഈക്വൽ ടു 2 ആണ്, 2:2 ഈക്വൽ ടു 4 ആണ്, 2:3 ഈക്വൽ ടു 8 ആണ്, 2:4 ഈക്വൽ ടു 16 ആണ്. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് സൈക്കിളായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് 2:4 വരെ വരുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 4 8 16 എന്നാണ്. അതായത് 2486. അടുത്ത പവറുകൾ നോക്കുമ്പോഴും 2:5 32 ആണ്, 2:6 64 ആണ്, 2:7 128 ആണ്, 2:8 256 ആണ്. പക്ഷെ ഇതിന്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2486. സോ 2486 എന്നുള്ളത് റിപ്പീറ്റ് ആയിരിക്കും. ഇനി 2:9 എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നത് 4 നമ്പേഴ്സ് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ എല്ലാ സംഖ്യകളെയും റിപ്പീറ്റേഷൻ വരുന്നത് ഏത് സംഖ്യകളെയും നോക്കാം. അതുപോലെ 4 വരുന്നത് 4ന്റെ റിപ്പീറ്റേഷൻ വരുന്നത് 4 6 4 6, അതായത് 4 6 4 6 എന്നുള്ള സൈക്കിളായി വരുന്നത്. ഇതിന്റെ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 ഇതിലാണ് ഇതിന്റെ വരുന്നത്. അതായത് 4:1 ഈക്വൽ ടു 4, 4 സ്ക്വയർ ഈക്വൽ ടു 16, അടുത്ത് 4 ക്യൂബ് ഈക്വൽ ടു 64 ആണ്. അതേപോലെ 4:4 എന്ന് പറഞ്ഞാൽ 256 ആണ്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റ് 4 6 എന്ന് വരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ഡിജിറ്റ് 4 6 എന്ന് വരുന്നു. അപ്പൊ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സൈക്ലിസിറ്റി ഓഫ് 5:1, അതായത് 5 ആണ്. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 5ന്റെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ തന്നെ 6ന്റെ എത്ര പവർ ചെയ്താലും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. 7ന്റെ നമുക്ക് നോക്കാം. 7ന്റെ ഫസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. 7:1 7 ആയിരിക്കും. 7 സ്ക്വയർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. 49ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അടുത്തത് 3 1 7. പിന്നെ ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. 7 9 3 1 7 9 3 1 7 9 3 1 എന്നീ ഓരോ 4 പവറിന്റെ കഴിയുമ്പോഴും ഈ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സൈക്ലിസിറ്റി ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ 8നും 9നും എല്ലാത്തിനും അതുപോലെ സൈക്ലിസിറ്റി ഓഫ് നമ്പർ ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ്
ഇതിനെ ഒന്ന് ജസ്റ്റ് ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ളതാണ്. നമ്പേഴ്സിന് സൈക്ലിസിറ്റി പാറ്റേൺ 0, 1, 5, 6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെയിം നമ്പേഴ്സ് തന്നെയാണ് വരിക. അതേപോലെ 4ഉം 9ഉം മാത്രം രണ്ട് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സൈക്ലിസിറ്റി രണ്ടെണ്ണം വരുന്നുള്ളൂ. അതായത് 4 ആണെങ്കിൽ 4 വരും, 6 വരും, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 4 വരും, 6 വരും. 9 ആണെങ്കിൽ 9 വരും, 1 വരും, 9 വരും, 1 വരും. പക്ഷേ 2, 3, 7, 8 എന്നുള്ള സംഖ്യകൾക്ക് 4 ഡിജിറ്റ് മാറി വരും. 2, 4, 8, 6 ആണ് 2ന് വരുന്നത്. 3ന് വരുന്നത് 3, 9, 7, 1 ആയിരിക്കും. 7, 9, 3, 1, 9ഉം 7 വരുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന തിയറികളോ എന്തെങ്കിലും അഡീഷണൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. വാട്ട് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രൊസീഡിങ് ദ സീറോസ് ഇൻ ദ വാല്യൂ 30⁻30? അതാണ് 30⁻30 എന്ന ക്വസ്റ്റ്യനിലെ പ്രൊസീഡിങ് ടു സീറോ. അതായത് നമ്മൾ 30⁻30 എന്നൊരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ഒരു 30 വലിയൊരു സംഖ്യ ആയിരിക്കും എഴുതുക. വലിയൊരു സംഖ്യ വരും. വലിയ സംഖ്യ വരുമ്പോൾ ലാസ്റ്റ് കുറെ സീറോസ് വരും. അതിന് മുന്നുള്ള എല്ലാ സീറോസിനും മുന്നുള്ള ഈ ഡിജിറ്റ് ഏതാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് സീറോസിന് മുമ്പുള്ള റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 30⁻30 എന്നുള്ളത് നമുക്ക് 3 × 10 all raised to 30 എന്ന് എഴുതാം. അതായത് 3⁻30 × 10⁻30 എന്ന് എഴുതാം. സോ ഇതെല്ലാം 0 വരുന്നത് 10 പ്രാവശ്യം 0 0 30 പ്രാവശ്യം 0 എന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തത് 3⁻30 എന്നുള്ള സംഖ്യയിൽ മാത്രമാണ്. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം 3ന്റെ സൈക്ലിസിറ്റി വരുന്നത് എങ്ങനെയായിരിക്കും. 3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 3 എന്ന് പറയുമ്പോൾ 9, 3³ എന്ന് പറയുമ്പോൾ 27, 3⁻4 എന്ന് പറയുമ്പോൾ 81. അതായത് 3971. ഇതാണ് യൂണിറ്റ് ഡിജിറ്റിന്റെ സൈക്ലിസിറ്റി വരുന്നത്. അപ്പൊ 4 എണ്ണം വെച്ച് നമ്മൾ വരുന്നു. ഇപ്പൊ 30 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ് 3യുടെ സൈക്ലിസിറ്റി. സോ ഡിവൈഡ് ബൈ 4 7. അപ്പോൾ റിമൈൻഡർ കിട്ടുന്നത് എന്താ? 2 ആയിരിക്കും. അതായത് ഇതായിരിക്കും 3². ഇതായിരിക്കും ഇതിന്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. അതായത് 9 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. സെക്കൻഡ് ഡിജിറ്റ് ഇൻ ദ സൈക്കിൾ ഈസ് 9. അതായത് സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് പവർ 3² എന്നാണ് നമുക്ക് വരുന്നത്. കാരണം 4ന്റെ പവർ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പെൻഡിങ് വരുന്നത് 3² ആയിരിക്കും. അപ്പോൾ 9 ആണ് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടി 9 ആയിരിക്കും. ഇതുപോലെ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CSAT 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 3⁻2019 is divided by 10. Then what is the remainder? 3⁻2019. ഇതും സിമ്പിൾ എങ്ങനെ തന്നെയാണ്. സൈക്ലിസിറ്റി ഓഫ് 3 എന്നുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2019 എന്ന സംഖ്യ നമ്മൾ ഡിവൈഡ് ബൈ 4 ആക്കണം. അതായത് ഇതിന്റെ സൈക്ലിസിറ്റി 4 സൈക്കിൾ ആണുള്ളത്. അതായത് 3 വരും, 9 വരും, 27ൽ 7 വരും, 81ൽ 1 വരും. 3971 ആണ് ഇതിൽ വരുന്നത്. സോ സൈക്ലിസിറ്റി 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഖ്യയെ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യണം. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ടോട്ടലായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഡിവിസിബിലിറ്റി 4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ലാസ്റ്റ് 2 ഡിജിറ്റിൽ 4 പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ 4 4 16, 4 × 4 16. അപ്പൊ റിമൈൻഡർ വരുന്നത് 3 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇതിന്റെ പവർ എന്തായിരിക്കും? ഈ എല്ലാ സംഖ്യത്തിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 4⁻3 എന്നതായിരിക്കും. നമുക്കറിയാം 4⁻3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ തേർഡ് ടൈം ഏതായിരിക്കും? സൈക്ലിസിറ്റിയിലെ 7 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ 7 is the correct answer. What is the unit digit in the expansion of 57242 into 9 into raised to 9 into 7 into 5 into 3 into 1? അതായത് നമ്മളൊരു വലിയൊരു സംഖ്യ തന്നിട്ടുണ്ട്, അതിനെ റേസ് ചെയ്തിട്ട് ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് അറിയേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇതിന്റെ എത്രയോ പവർ വരുമ്പോൾ ഇതിന്റെ 2 എന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയോ 9 into 7 into 5 into 3 into 1 എന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഈ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 9 into 7 എന്ന് പറയുമ്പോൾ 5 into 3 എന്ന് പറയുമ്പോൾ 15, 9 into 7 എന്ന് പറയുമ്പോൾ 63, 3 into 5 15, 3 into 4 45, 6 into 5 30, 90, 54945. ഇപ്പോൾ 945 ആണ് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ 9 into 7 into 5 into 3 into 1 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 945 ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഇൻട്രസ്റ്റഡ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റിൽ മാത്രമാണ്. കാരണം എന്താ, നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് 2/945 ഏതാണെന്നുള്ളത് നമുക്കറിയാം. 2ന്റെ പാറ്റേൺ എന്താ? 2/2 4 8 16. അതായത് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 വരും, 2/4 എന്ന് പറയുമ്പോൾ 16 വരും. ഇനി 2/5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 32 വരും. അതായത് ഈ സൈക്കിൾ തന്നെ 2 എന്നുള്ള സൈക്കിൾ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് 2/945 എന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 4 കൊണ്ട് ഡിവിസിബിലിറ്റി റൂൾ എന്താ? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 45 നമുക്കറിയാം. 11/4 എന്ന് പറയുമ്പോൾ 44 ആണ്, റിമൈൻഡർ 1 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് 2/1 എന്താണ്? അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ് യൂണിറ്റ് ഡിജിറ്റിലെ നമ്പർ. സോ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 2/1 equal to 2. The correct answer is 2. What is the unit digit in the multiplication of 1 into 3 into 5 into 3 into 9 into etc. up to 999? ഇത് CSAT 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിലെ പിക് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 5 എന്നൊരു സംഖ്യ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ കാണാം. ഇപ്പൊ ഏത് സംഖ്യയുടെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ഏത് 5ന് കൂടെ ഏത് ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഒറ്റ ഈവൻ നമ്പേഴ്സും ഇല്ല, എല്ലാതും ഓഡ് നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. അതായത് 1 3 5 7 9 എന്നുള്ളത് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഈ 5ന് കൂടെ ഏത് ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 5 ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 into 7 ആണെങ്കിൽ 45 ആയിരിക്കും. അപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് വിൽ ബി ഓൾവേസ് 5. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. CSAT 2025 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റിനെ പറ്റി പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,